2010 ഓഗസ്റ്റ് മാസത്തിലെ ടൈം മാഗസിൻ്റെ കവർ ഫോട്ടോ മൂക്ക് ഛേദിക്കപ്പെട്ട ആയിഷയായിരുന്നു. ബീവി ആയിഷ. അവളൊരു അഫ്ഗാൻ വനിത, കാതും മൂക്കുകളും ഛേദിക്കപ്പെട്ടവൾ. തൻ്റെ കുടുംബത്തിലെ ഒരംഗം നടത്തിയ കൊലപാതകത്തിന് പകരമായി ആയിഷയെ അവളുടെ 12-ാം വയസ്സിലാണ് പിതാവ് ഒരു താലിബാനിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുന്നത്. 14-ാം വയസ്സിൽ അവളുടെ വിവാഹം നടക്കുന്നു. തീവ്രവാദിയായ ഒരാളാണ് ഭർത്താവെന്നോർക്കണം. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കൊടിയ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവൾ തൻ്റെ 18-ാം വയസ്സിൽ അവിടെ നിന്നും ഒളിച്ചോടുന്നു. എന്നിട്ടും രക്ഷയുണ്ടായില്ല. പോലീസ് പിടിച്ച് 5 മാസം ജയിലിലിടുന്നു. തുടർന്ന് വീണ്ടും തൻ്റെ കുടുംബത്തിൽ തിരിച്ചെത്തിയ ആയിഷയെ അവളുടെ പിതാവ് വീണ്ടും ആ തീവ്രവാദിയായ ഭർത്താവിൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒളിച്ചോടിയതിൻ്റെ പ്രതികാരമെന്നോണം ഭർത്താവും അയാളുടെ അച്ഛനും വീട്ടുകാരും എല്ലാം ചേർന്ന് അവരുടെ കാതുകളും മൂക്കും മുറിച്ചു കളഞ്ഞ് മലനിരകളിൽ മരിക്കാനായി ഉപേക്ഷിച്ചു. എന്നാൽ അതിലെ വന്ന 7 വർക്കേഴ്സ് ആയിഷയെ കാണുകയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. 2010 ഓഗസ്റ്റ് മാസത്തിലെ ടൈം മാഗസിൻ്റെ കവർ ഫോട്ടോ മൂക്ക് ഛേദിക്കപ്പെട്ട ആയിഷയായിരുന്നു. അതോടെയാണ് അവളെപ്പറ്റി പുറംലോകം അറിഞ്ഞു തുടങ്ങിയത്. ഒരു അഫ്ഗാൻ അമേരിക്കൻ ദമ്പതികൾ ദത്തെടുത്ത ആയിഷ USA കുടിയേറുകയും വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മുഖത്ത് നടത്തിയ നിരവധി സർജറികളുടെ ഫലമായി കൃത്രിമ മൂക്കും മുഖത്തിൻ്റെ വിരൂപവുമൊക്കെ ഇല്ലാതാക്കുകയും ചെയ്തു. മതതീവ്രവാദികളായ താലിബാൻ്റെ അനേകം ഇരകളിൽ ഒരാൾ മാത്രമാണ് ബീവി ആയിഷ.